ഹലോ ഫ്രണ്ട്സ്, ഒരു സിമ്പിൾ കപ്സ റെസിപ്പി കണ്ടാലോ? പിന്നീട് ബസ്മതി റൈസ് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം തോരാൻ വെച്ചിട്ടാണ്. 5 ഗ്ലാസ് അരിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ വെള്ളം എടുക്കുക. പിന്നെ നമ്മൾ ചിക്കൻ ഇവിടെ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട്. 10-15 മിനിറ്റ് നമ്മൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ അതൊരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഒരു വലിയ സവാള അരിഞ്ഞെടുത്തതാണ്, അതൊക്കെ എടുക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ സ്പൈസസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് എണ്ണ വെച്ചെടുക്കാം. നമ്മൾ എണ്ണ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഉള്ളി നമ്മൾ വാടാൻ വേണ്ടിയിട്ട് ഉള്ളിക്ക് ആവശ്യമുള്ള ഉപ്പൊക്കെ എടുക്കും. ഇതിലേക്ക് ആവശ്യമായ തക്കാളി പേസ്റ്റ് നമുക്ക് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ 2 തക്കാളി, പിന്നെ 2 പച്ചമുളക്, ഒരു വെളുത്തുള്ളിൻ്റെ ഒരു ഇല്ലിയ മാത്രമേ എടുത്തിട്ടുള്ളൂ. ചെറുതാണെങ്കിൽ 2-3 ഒക്കെ ഇടാം. അതിപ്പോൾ കുറച്ച് വലുതാവുകൊണ്ട് ഞാൻ 1 എടുത്തിട്ടുള്ളൂ. പച്ചമുളക് പിന്നെ എരിവിന് ആവശ്യത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർക്കാം. അപ്പോൾ നമ്മൾ തക്കാളി പേസ്റ്റ് നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. അപ്പം ഉള്ളി നന്നായി വന്നിട്ടുണ്ട്. നമുക്ക് തക്കാളി പേസ്റ്റ് ഒപ്പിച്ച് കൊടുക്കാം. ഇത് നമ്മളൊന്ന് ചുവറ്റി പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ അളവെടുത്ത വെള്ളം കൊണ്ട് തന്നെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അല്ലെങ്കിൽ നമ്മുടെ വെള്ളത്തിൻ്റെ അളവ് മാറിപ്പോകും. കറക്റ്റ് വെള്ളത്തിൻ്റെ അളവില്ലെങ്കിൽ ചോറ് വേവേറും, ഉടഞ്ഞു പോകും ചോറ്. തക്കാളി പേസ്റ്റ് ഒഴിച്ചതിന് ശേഷം പിന്നെ നമുക്ക് മാഗി ക്യൂബ് ഇട്ട് കൊടുക്കാം. ഞാൻ 2 മാഗി ക്യൂബാണ് എടുത്തിട്ടുള്ളത്. മാഗി ക്യൂബ് അത്യാവശ്യമാണ്. കഴിഞ്ഞിട്ട് ഞാൻ കപ്സ് മസാല ഇട്ടെടുക്കുകയാണ്. ഹോം മെയ്ഡ് കപ്സ മസാലയാണ്. നമുക്ക് അളന്ന് വെച്ച് വെള്ളം വെച്ചു. നമുക്ക് ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ നാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കാം. നാരങ്ങ നീര് കുരു വരണം നോക്കണം. കുരു പെട്ടാൽ എടുക്കാൻ കുറച്ച് റിസ്ക്കാണ്. ഇത് കപ്സയ്ക്കുള്ള ചട്ടനി ഉണ്ടാക്കാം. തക്കാളി ചട്ടനി. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു തക്കാളി, ഒരു പച്ചമുളക്, പിന്നെ ഇത് കുറച്ച് വലിയ വെളുത്തുള്ളിയാണ്. അതുകൊണ്ട് നമ്മൾ ഒരു 1 എടുത്തിട്ടുള്ളൂ, ഒരു എടുത്തിട്ടുള്ളൂ. ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ വെള്ളം നല്ല തിളച്ച് വരുന്നുണ്ട്. നമുക്കിനി ചിക്കൻ ഇട്ടെടുക്കാം. അപ്പോൾ നമ്മൾ തക്കാളി ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ അരക്കുമ്പോൾ തന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട്